ഹലോ, നമസ്കാരം. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകളൊന്ന് തീർത്ത് തന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ഒരു പെണ്ണ്, ഒരു സ്ത്രീ എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണത്രേ ജാസ്മിൻ. അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാണുന്നുണ്ട്, ഒരുപാട് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പെണ്ണ് എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണോ ജാസ്മിൻ? ഒന്ന് ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ്. അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഒന്ന് ഒന്ന് പറഞ്ഞു തരൂ. നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് അതിനെ കുറിച്ചിട്ട് അറിയാൻ. ഞാൻ അങ്ങനൊരു സംശയം ഇവിടെ വെക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ശരിക്കും ഒരു പെണ്ണ് ഇങ്ങനെ 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 ആയിരിക്കണം, ഒരു പെണ്ണ് ഇങ്ങനെ 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 ആവരുത്, ഒരു ആണ് ഇങ്ങനെ 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 ആയിരിക്കണം, ഇങ്ങനെ 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 ആവരുത് എന്ന് വല്ല നിയമമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വല്ല പുസ്തകമോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ അത്രയും സൗകര്യം. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാമല്ലോ. അപ്പം നമുക്കും എന്തെങ്കിലും തിരുത്തുകളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്തുകൾ വരുത്താൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാനൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. പിന്നെ പുസ്തകം അയച്ചു തന്നില്ലെങ്കിലും വിരോധമില്ല. ആളുകളുടെ കാഴ്ചപ്പാടുകളൊന്ന് കൃത്യമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അടിച്ചങ്ങ് വിട്ടാൽ മതി. ഞാനിരുന്ന് വായിച്ചോളാം, അത് മതി. അല്ലാതെ വെറുതെ ഒരു പെണ്ണായാലും ഇങ്ങനെ ആവരുത് എന്നങ്ങ് അടിച്ചു വിട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വെറും ചോദിച്ചതിനായിട്ട് മാത്രം നിൽക്കും. ഇതിപ്പോൾ ജാസ്മിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒരു സ്ത്രീ ആയാൽ എന്നുള്ളൊരു വാക്ക് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ആയാൽ എങ്ങനെയൊക്കെ ആവണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്ന് ആൾക്കാർ കമൻറ്റ് ബോക്സിലൊന്ന് അയക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. കുറേ ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഭയങ്കരമായ നോളേജ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ലൈവിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സോ കമൻറ്റുകളിൽ ആ കൃത്യമായ പോയിന്റുകൾ കാണാൻ വേണ്ടി സാധിക്കും എന്ന് പ്രതീക്ഷിക്കണം. പിന്നെ കുറേ സ്ത്രീകളൊക്കെ തന്നെയാണ് അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളോട് വലിയ വിലയൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ എങ്ങനെയൊക്കെയോ ആയിരിക്കണം എന്നുള്ള നിയമത്തോടു കൂടിയിട്ടാണ് ജീവിച്ചു പോകണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ അധികവും ഒരാണായി കഴിഞ്ഞാൽ എങ്ങനെ ആവരുത്, എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എവിടെയും പറയുന്നതൊന്നും കേട്ടിട്ടില്ല. അതും കൂടി ആരെങ്കിലും ഒന്ന് അടിച്ചിറക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് മോശമായി പോകും. നമുക്ക് ഇക്വാലിറ്റി വേണം. ആണും പെണ്ണും ഒരു ഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം. അത് ഇവിടെ കുറവാണ്. ഇനി ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. സിമ്പിൾ കാര്യമാണ്, ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശ സ്വഭാവം എന്താണെന്നുള്ളത് അറിയൂ? എങ്ങനെ ഒരു മനുഷ്യനാവരുത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? അല്ല, ബോധ്യമില്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അയാളെ സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. അയാളുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മളത് ചൂണ്ടിക്കാണിക്കാതിരിക്കരുത്, നമ്മളത് ചൂണ്ടിക്കാണിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. അതേപോലെ തന്നെ നമുക്കൊരാളോട് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, ഒരാളോട് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഇഷ്ടമല്ലാത്ത ആളെ നമുക്ക് എന്തും വിളിച്ചു പറയാം, സ്ലട്ട് ഷെയിം ചെയ്യാം, ചവിട്ടിത്താഴ്ത്താം, അവരുടെ കുടുംബക്കാരെ പറയാം എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യന് തീരെ പാടില്ലാത്തൊരു സ്വഭാവമാണ്. ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും നശിച്ച, നാറിയ, ചെറ്റ സ്വഭാവമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു സ്ത്രീ ആയാൽ എങ്ങനെയാവരുത്, ഒരു പുരുഷനായാൽ എങ്ങനെയാവരുത് എന്നൊക്കെ പഠിപ്പിച്ച് തരുന്ന ആളുകൾക്ക് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഒരു എന്താണ് പറയുക, പാഠം പഠിപ്പിച്ചു കൊടുക്കണ്ടേ, എന്തെങ്കിലും ഒരു അറിവ് അങ്ങോട്ട് പകർന്നു കൊടുക്കണ്ടേ? സോ എൻ്റെ വക ഒരു ഡെഡിക്കേഷനായിട്ട് കണ്ടാൽ മതി. മറക്കരുത് കേട്ടാ. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ എങ്ങനെയാവരുത്, നമുക്ക് ആൾക്കാരോട് വെറുപ്പ് തോന്നാം, വിരോധം തോന്നാം. പക്ഷെ നമ്മളൊരാളോട് വിരോധം തോന്നിയെന്ന് വിചാരിച്ചുകൊണ്ട്
അയാളേനെ വ്യക്തിഹത്യ ചെയ്ത് 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 നശിപ്പിച്ച് അവരേനെ എല്ലാ രീതിയിലും സ്ത്രീത്വത്തെയും അപമാനിച്ച് പുരുഷത്വത്തെയും അപമാനിച്ചുകൊണ്ടുള്ള ലെവലിലുള്ള ഹത്യകളുണ്ടല്ലോ, മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ നന്നായിരിക്കും. അപ്പം അവിടെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ടല്ലേ എന്ന് പറയും. അവിടെ അവർ കാണിച്ചു കൂട്ടുന്ന സമയത്ത് അവരെന്താണോ കാണിച്ചു കൂട്ടുന്നത് അത് പരാമർശിക്കണം. അവനവൻ്റെ ക്യാരക്ടർ എന്താണ്, അവനവൻ്റെ ക്വാളിറ്റി എന്താ, ആ ക്വാളിറ്റിയിലും ആ ക്യാരക്ടറിലും നിന്നും വേണ്ടേ നമ്മൾ ഒരാളേനെ നല്ലത് പറയാനും മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും നിൽക്കേണ്ടത് നമ്മുടെ ക്വാളിറ്റിയിൽ നിന്നുണ്ടല്ലേ. അല്ല ആണോ അല്ലേ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, സംസ്കാരത്തെക്കുറിച്ചിട്ട് വാനോളം വർത്തമാനം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സംസ്കാരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും? ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും എൻ്റെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നമ്മൾ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്തല്ല നമ്മുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കാണിക്കേണ്ടത്. സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ നമുക്ക് ദേഷ്യം വരും, നമുക്കൊരാളോട് വിരോധം വരും. നമുക്ക് ആ ഒരാളോട് ദേഷ്യവും വിരോധവും വരുന്ന സമയത്തായിരിക്കണം നമ്മുടെ ഒരു ക്വാളിറ്റി വിടാതെ പിടിച്ചിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടത്. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റി വിട്ടിട്ട് വേണ്ടാത്തരം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ക്വാളിറ്റി ഇല്ലാത്തവനായി മാറും. മനസ്സിലായ? അപ്പം ഞാനിവിടെ അത് പറയുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജാസ്മിനെ ഭയങ്കരമായിട്ട് വെളുപ്പിക്കുന്നു, അല്ലെങ്കിൽ ജാസ്മിനെ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്. നിങ്ങളങ്ങനെ എന്നോട് ചോദിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞല്ലോ. ലൈക്ക് ഇത് വെറൊരു ഗെയിം ഷോ മാത്രമാണെന്നേ. എനിക്ക് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആളുകളോട് ഭയങ്കര വിരോധമാണ്. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഭയങ്കര വിരോധമാണ്. ഞാൻ എപ്പോഴും ആൾക്കാരുടെ കമൻറ്റുകൾ വായിക്കാറുണ്ട്, ആളുകളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ നോക്കിക്കാണുന്ന സമയത്ത് ആളുകൾക്ക് ഒരാവശ്യമില്ലാതെ അവനവനെ ബാധിക്കാൻ പോലും സാധ്യതയില്ലാത്ത, അവനവൻ ജീവിതത്തിൽ പരിചയപ്പെടാൻ പോലും സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയോടാണ് ഒരു ഗ്രഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വൃത്തികെട്ട വർത്തമാനം, സ്ലട്ട് ഷെയ്മിങ് എന്നുള്ള ലെവലിലേക്കൊക്കെ പറഞ്ഞു കൂട്ടുന്നത്, അവരുടെ കുടുംബക്കാരെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് അവരെയും പറഞ്ഞു കൂട്ടുന്നത്. അപ്പോൾ ഞാനിതൊക്കെ കടന്നിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ഓക്കെ, ജാസ്മിൻ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ കണ്ട് അത് മോശമാണ് എന്ന് തോന്നിയിട്ടാണ് അവരോടുള്ള എതിർപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിമർശനങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഒരു സംസ്കാരം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ ഇരട്ടത്താപ്പ് വല്ലാതെ അങ്ങ് മണക്കുന്നത്, ഒരു ചീഞ്ഞ നാറ്റം അടിക്കുന്നത്. സോ അതാണ് എൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടു കാണുമല്ലോ, എന്തോരം കോമൻസ് അങ്ങനെ വരുന്നുണ്ട്, എന്തോരം കോമൻസ്. എനിക്ക് ഈ പറഞ്ഞ മുടിയൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിരോധവുമില്ല. ഈ മുടിയൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതിൻ്റെ അകത്തുള്ള അവൻ്റെ നല്ലതും മോശവുമായ ഗെയിമിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇതുവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് കടന്നു കയറി അയാൾ ഭയങ്കര അങ്ങനെയാണ്, വൃത്തികെട്ടവനാണ്, അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ ഈ ജാസ്മിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ജാസ്മിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ട്, അവരുടെ നെഗറ്റീവിനെ കുറിച്ചിട്ട്, അവരുടെ കോമ്പോനെ കുറിച്ചിട്ട് ഞാനൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ടും നല്ല വശങ്ങളെ കുറിച്ചിട്ടും സംസാരിക്കാനുള്ള അവകാശം 100% ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ജാസ്മിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റല്ല. നിങ്ങൾ പറ്റുവാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഋഷിക്ക് ദേഷ്യം, പാവമാണ്, ജെനുവിനാണ്, സിൻസിയറാണ്, ഭയങ്കര പാവമാണ്. ബോട്ടം ഓഫ് മൈ ഹാർട്ട് വളരെ വളരെ ഒരു മനുഷ്യനാണ് ഋഷി. അതുകൊണ്ട് തന്നെ ഋഷീനെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഋഷിയോട് ആർക്കും പ്രത്യേകിച്ച് വലിയ ഹെയ്റ്റ് ഒന്നുമില്ല. ജാസ്മിനോടുള്ള പോലത്തെ ഹെയ്റ്റ് ഒന്നും ഋഷിയോട് ആക്ച്വലി ഇല്ല. പക്ഷേ ഋഷിയുടെ ഒരു കാര്യം അധികാരം പോയിന്റ് ഔട്ട് ചെയ്യാറില്ല. ഋഷി ദേഷ്യം വരുന്ന സമയത്ത് ഋഷി ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നൊരു രീതിയുണ്ട്. ദേഷ്യം വരുന്ന സമയത്ത് ആരോടാണോ ദേഷ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വന്ന വ്യക്തിയോട് അപ്രോച്ച് ചെയ്യുന്നൊരു
രീതിയുണ്ട്. ഒരു ഗ്രഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് മൂപ്പരുടെ പല സമയത്തുള്ള പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്കുള്ളതാണ്. അതിനെ ആരെങ്കിലും ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഋഷിക്ക് ഉള്ള രീതി ആസ് എ കണ്ടസ്റ്റൻ്റ് നിൽക്കുന്ന സമയത്തുള്ള രീതികളൊക്കെ നല്ല രീതികളാണോ? ഒരു മനുഷ്യന് വേണ്ട അല്ലെങ്കിൽ മനുഷ്യൻ തിരുത്തേണ്ട ഒരു കാര്യമല്ലേ മൂപ്പർക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത്? ആണോ അല്ലയോ? തിരുത്തേണ്ട കാര്യമല്ലേ? എനിക്ക് പുള്ളിയെ വ്യക്തിപരമായിട്ട് അറിയില്ല. ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ മൂപ്പര് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് കണ്ടിട്ട് ഇതൊക്കെ തിരുത്തേണ്ട കാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണ് പറയുക, അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ലൈഫുണ്ട്. അത് എന്നെ സംബന്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യൻ എന്നുള്ളത്, ഞാൻ ആണ് പെണ്ണെന്നുള്ള വേർതിരിച്ചുകൊണ്ടെന്നല്ല പറയുന്നത്. ഇവിടെ ആൾക്കാർ ആണ് പെണ്ണെന്ന് തിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉത്തരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജാസ്മിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഇവിടെ ഋഷിയുടെ കാര്യവും ആൾക്കാർ പരാമർശിക്കണ്ടേ? ഒരു ആണായി കഴിഞ്ഞ് ഇങ്ങനെ ആവരുത്, ഒരു ആണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആവണം എന്ന് പറയാൻ വേണ്ടി വരുന്നതൊന്നുമില്ല. അതൊന്നുകൊണ്ടാണ് പറയാൻ വേണ്ടി വരാത്തത്. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ പ്രശ്നം. ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർക്ക്, ജാസ്മിൻ അടക്കമുള്ള പല കണ്ടസ്റ്റൻസിനും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഹൈലൈറ്റഡ് ആവുന്നത് ജാസ്മിൻ്റെ മാത്രമാണ് എന്നുള്ളിടത്താണ് ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യുന്ന, ഒരു ഷോവിനെ അനലൈസ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിവിടെ എന്താണ് പറയുക, ശരിയല്ലല്ലോ എന്ന് തോന്നുന്നത്. ഇപ്പം ഈ കോംബോ, ഈ ജാസ്മിൻ ഗബ്രി കോംബോ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു, അലമ്പായിരുന്നു, ശോകമായിരുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ ഋഷി അൻസിബ എന്താ കോംബോ വരുന്നില്ലേ? ഓക്കെ, അവർ കൈ പിടിച്ചിരുന്നിട്ടില്ല, തോളത്ത് കൈ ഇട്ടിട്ട് ഇരുന്നിട്ടില്ല, സത്യമാണ്. അവർ നല്ല ബ്രദർ സിസ്റ്റർ കോംബോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കോംബോ പോലെ തന്നെയായിരുന്നു ഋഷിയും അൻസിബയും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ എന്താണ്, ഋഷി എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ അകത്ത് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. എന്താണ് പറയുക, അയാൾക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയുക എന്നുള്ളതിനെക്കാട്ടിലുപരി മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. മറ്റൊരാൾക്ക് ഒരാളോട് ഗ്രഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൻ്റേതും കൂടിയും ഒരു ഗ്രഡ്ജായി മാറുകയാണ് ചെയ്യുന്നത്. തൻ്റേതും കൂടിയും ആയിട്ട് ഒരാളോടുള്ള വിരോധമായിട്ട് മാറുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഒബ്സർവ് ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പം അങ്ങനെ ഒരാളെ പോലെ നമ്മളാവാൻ വേണ്ടിയിട്ട് പാടുമോ? പാടും ഇല്ലല്ലോ. അപ്പോൾ എന്താണ് പറയുക, നമ്മൾ പറയുമ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും പറയണം. ഇവിടെ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളോട് എല്ലാവർക്കും ഹെയ്റ്റ്, എല്ലാവരും അയാളുടെ എതിരെ തിരിയുന്നു. അപ്പോൾ ഇവിടെ പ്രേക്ഷകരും അയാളുടെ എതിരെയാണ് തിരിഞ്ഞ് ഇങ്ങനെ പോവണേ. ബാക്കി ഇതിങ്ങനെയാണ് കാണുന്നത്, ഇതിങ്ങനെ കാണും. ഇവിടെ ജാസ്മിൻ ഈ ഭാഗത്ത് കുറേ ആൾക്കാർ കുറേ തെറ്റുകളും കുറവുകളും പരിപാടികളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഇരിക്കുകയല്ലേ, ഇത് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് ബ്ലാങ്ക്. ഇതാണ് സംഭവിക്കണത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? പറ. ഋഷിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയണം. അഭിഷേകിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അഭിഷേകിനോട് ഈ വിരോധമില്ല. ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എന്താണ്, അഭിഷേക് എന്തെങ്കിലും ഒരു ചോദ്യം ഒരാളോട് ചോദിക്കും. ഇപ്പൊ സിജോന്റെ കാര്യം പറയാം. സിജോ കുറെ കാര്യങ്ങൾ അഭിഷേകിനോട് മറ്റേ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ചോദിച്ചു. കുറേ കാര്യങ്ങൾ സിജോ ചോദിച്ചത് സിജോന്റെ കാര്യങ്ങളാണ് ചോദിച്ചത്. സിജോനെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് സിജോ പറഞ്ഞത്. അഭിഷേകിന് ഇഷ്ടപ്പെടുന്നില്ല. അഭിഷേകിന് ഈഗോ അടിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഈഗോ അടിക്കുന്നു. അഭിഷേകിന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അഭിഷേക് കൃത്യമായിട്ട് സിജോ എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അത് എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അഭിഷേക് അവിടെ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സിജോനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആക്ച്വലി ചെയ്തത്. അതായത് ഒരാളൊരു പോയിന്റ് പറയുമ്പോൾ അത് കേട്ടിട്ട് അതിനെ കൃത്യമായിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഭയങ്കര ഹാർഡായിട്ട്, അഭിഷേക് ഭയങ്കര ഹാർഡായിട്ട്, ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടാണ് ഞാൻ സമ്മതിക്കില്ല എന്നെ പറയാൻ, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ ഉഷാറാണ് എന്നുള്ളൊരു മട്ടിലാണ് അവിടെ സിജോനോട് അവിടെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പം ഇനി നിങ്ങൾ പറ, അഭിഷേകിനെ പോലെ ഇവിടുത്തെ ആളുകളാവാൻ പാടൂ? അല്ല പറയേ. അല്ല, ഞാനൊരിക്കലും എന്താണ് ഒരു സ്ത്രീ ആയാൽ അല്ലെങ്കിൽ ഒരു പുരുഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളെ പോലെ ആവരുത്, ഇയാളെ പോലെ ആവണം എന്നുള്ള നിലപാടും കൊണ്ടോ ആ തൊലിഞ്ഞ ചിന്തയും കൊണ്ടോ നടക്കുന്ന ഒരാളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനായാൽ എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ.
അത് ആരെ കണ്ടും പഠിക്കാതിരിക്കുകയൊന്നും വേണ്ട. അവനവൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് അവനവൻ തന്നെ ഒരുപാട് അവനവനെ കുറിച്ച് ചിന്തിക്കുക, അവനവൻ്റെ തെറ്റെന്താന്നുള്ളത് അവനവൻ മനസ്സിലാക്കുക, അവനവൻ്റെ ശരി എന്താണെന്നുള്ളത് അവനവൻ മനസ്സിലാക്കുക. അതാണ് അവനവൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ആരെയും കണ്ട് പഠിക്കാതിരിക്കുകയും ഒന്നും വേണ്ട. അപ്പോൾ ഇവിടെ അഭിഷേകിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, അതായത് ഈ സ്ത്രീ ആയാലും പുരുഷനായാലും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവിടെയും കൂടി ഒന്ന് നോക്ക്, ഋഷിയെയും കൂടി ഒന്ന് നോക്ക്. ഈ രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള പോരായ്മകളും നല്ലത് ഉള്ളതുപോലെ തന്നെ അവരുടെയും പോരായ്മകളുണ്ട്. അപ്പോൾ ഇപ്പുറത്തേക്ക് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പോണ സമയത്ത് ഇപ്പുറത്തുള്ളതൊക്കെ മങ്ങിപ്പോവുകയാണ്, ഇപ്പുറത്തുള്ളവരൊക്കെ കേമന്മാരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും എന്താണ് ജാസ്മിൻ്റെ അത്രയൊന്നും ഇവര് ആയിക്കോട്ടെ. ഇപ്പം ഞാൻ ജാസ്മിനെ കുറിച്ചിട്ട് വെളുപ്പിക്കണം എന്നുള്ളതല്ലേ നിങ്ങളുടെ സംസാരം. ഞാൻ ജാസ്മിനെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവരെയും ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കണം. അല്ലാണ്ട് ഞാൻ ഇവരെക്കാട്ടിലും മോശം അവരെക്കാട്ടിലും മോശം ഇവരാണെന്നുള്ള രീതിയിലുള്ള താരതമ്യം കൊണ്ടും വരുന്നില്ലല്ലോ. മോശം തന്നെയാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യുക തന്നെ വേണ്ടേ? അതല്ലേ അനലൈസിങ്, അതല്ലേ റിവ്യൂയിങ്, അല്ലേ? ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നെന്താ ആഴ്ച ലാസ്റ്റത്തെ എപ്പിസോഡിൽ മറ്റേ അഭിഷേകും ജാസ്മിനും തമ്മിലുള്ള സംഭവം. ഫസ്റ്റ് ഓഫ് ഓൾ അഭിഷേക് അതിൻ്റെ അകത്ത് ടാസ്ക് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം 100% കറക്റ്റാണ്. പക്ഷേ ഈ ഒരു നിലപാട് പറയുക അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുക എന്നുള്ള ലെവലിലേക്ക് വരുന്ന സമയത്ത് ഒരു പരിപാടി മൂപ്പർ അവിടെ ചെയ്യുന്നില്ല. മൂപ്പർക്ക് മൂപ്പർ അങ്ങനെ ശീലിച്ചു മൂപ്പരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുക, അവിടെ വർത്തമാനം പറയുക, ആ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. മൂപ്പർ പറയുന്നത് ഞാൻ ചെറിയ വള്ളിയൊന്നും പിടിക്കാറില്ല, അങ്ങനെയാണ്, ഞാനങ്ങനെ ആവശ്യ കാര്യത്തിലൊന്നും കയറി ഇടപെടാറില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളി പിടിച്ചില്ല എന്നുണ്ടെങ്കിലും ഓരോ വള്ളി കാണുന്ന സമയത്ത് അതിൽ ഗെയിം എന്നുള്ള രീതിയിൽ അവിടെ കളിച്ച് വേറെ തരത്തിലൊരു ബുദ്ധിപരമായിട്ടുള്ള നൈസായിട്ടുള്ള ഇടപെടലുകളും പരിപാടികളൊക്കെ ആക്ച്വലി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ പറ്റിയ കഴിവ്. അങ്ങനെ പറ്റാതെ ഞാൻ ആ വള്ളി പിടിക്കില്ല, ഈ വള്ളി പിടിക്കില്ല, ഞാൻ അങ്ങനെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയാൻ വേണ്ടിയിട്ട് മുട്ടാപ്പോക്ക് ന്യായം പറയുക എന്ന് പറയുന്നത് ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ കഴിവില്ലായ്മയായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലായ? അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു സിജോയും ചോദ്യം ചെയ്തത്. അപ്പോൾ മൂപ്പർക്ക് ഇത് പറ്റുന്നില്ല. ഇപ്പോൾ ജാസ്മിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ജാസ്മിനോട് ജാസ്മിൻ എന്തൊരു കാര്യം അഭിഷേകിനോട് ചോദിച്ച സമയത്ത് അഭിഷേകിന് ആക്ച്വലി ജാസ്മിനോട് പറയാൻ ഉത്തരവില്ല. ജാസ്മിന് ഉത്തരം ആക്ച്വലി ഇല്ല. ജാസ്മിനോട് ചോദിച്ചപ്പോൾ മറ്റേ അഭിഷേകിന് ഉത്തരവില്ല. പണ്ടാരം പോയല്ലോ. എന്താ പറഞ്ഞത്? അഭിഷേകിനോട് ജാസ്മിൻ എന്തോ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അഭിഷേകിന് കൃത്യമായൊരു ഉത്തരമോ പോയിന്റോ പരിപാടികളോ ഒന്നും പറയാനില്ല. അവിടെ ബബ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഭിഷേകിൻ്റെ വേറൊരു പരിപാടി ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, ജാസ്മിനോട് ചോദിക്കും. ജാസ്മിനോട് നല്ല ആരോടാണെന്നുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്നത് മൂപ്പർക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കത്തൊന്നുമില്ല. മൂപ്പർക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന സമയത്ത് മൂപ്പർ എന്ത് ചെയ്യും? ഞാൻ പറയാൻ വേണ്ടി സൗകര്യം കാണിക്കുന്നില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അതിന് നിങ്ങളായിരിക്കും ചോദിച്ചോ. ഇങ്ങനെയുള്ളൊരു പരിപാടിയാണ്. അത് ഡിസ്റെസ്പെക്റ്റിംഗ് അല്ലേ? ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആള് പറയുന്ന കാര്യം കൂടിയിട്ട് ഉത്തരം പറയുന്നത് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് കാണിക്കണം, ചോദിക്കുന്ന ആള് കാണിക്കണം. അത് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അഭിഷേക് ചെയ്യുന്നത് അതാണ്. ഉത്തരം നഹി അഭിഷേകിന്. പിന്നെ എന്താണ് പറയുക? എനിക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ അതിൻ്റെ ഉത്തരം തന്നു. ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അയാൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് അയാളുടെ രീതി. ചോദിക്കുന്നത് ഇയാളുടെ രീതിയാണെങ്കിൽ പറയുന്ന രീതി അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അതുകൂടി മാനിച്ചുകൊണ്ട് വേണം ഇപ്പുറത്ത് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ക്വാളിറ്റി ഇല്ലാതെ എന്ത് തേങ്ങ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? കഷ്ടം. പിന്നെ അടുത്തത് മറ്റേ സിജോ ജാസ്മിൻ തമ്മിലുണ്ടായ സംഭവം. സിജോ അടിപൊളി ഗെയിമർ കേട്ടോ. ഒരിക്കലും ഞാൻ ഇവിടെ സിജോവിനെ കുറ്റം പറയത്തൊന്നുമില്ല. ജാസ്മിൻ്റെ എതിരെ സംസാരിച്ചു പോകാൻ കാരണം ഞാൻ ജാസ്മിൻ്റെ PR ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാളൊന്നുമല്ല. സിജോ ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചു, കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കാര്യം സിജോൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ അവിടെ
പുറത്തൊരാളോട് ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയോട് ഹെയ്റ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഹെയ്റ്റുള്ള വ്യക്തിക്കെതിരെ മാത്രം ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല. സിജോ അവിടെ അഭിഷേകിനെതിരെയും സംസാരിച്ചിട്ടുണ്ട്, ഋഷിക്കെതിരെ സംസാരിക്കുന്നുണ്ട്, ജിൻഡോൻ്റെ എതിരെ സംസാരിക്കുന്നുണ്ട്. അത് ഭയങ്കര ക്ലിയർ ആയിട്ട് വളരെ വിസിബിളായിട്ട് നമുക്കത് സിജോൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് സിജോ ആസ് എ കണ്ടസ്റ്റൻറ്റ്, സിജോ ആസ് എ ഗെയിമർ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സിജോ അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത്. സിജോൻ്റെ അടുത്തുനിന്ന് അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വെരി ഗുഡ്, ആ കഴിവ് അവിടെ കാണിക്കണം. സിജോ കിഡിലിനായിട്ട് കളിച്ചു. അപ്പോൾ സിജോ ആണെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് ഓരോ പരിപാടികളൊക്കെ ആയിട്ടൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കിഡിലിൻ ജാസ്മിൻ്റെ എതിരെ കളിച്ചു, വെരി ഗുഡ്. അതിൽ ഞാനൊരു തെറ്റും ഞാൻ കാണുന്നില്ല സിജോൻ്റെ ഭാഗത്ത്. സിജോ അടിപൊളിയായിട്ട് ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിനോട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സിജോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുക, പുള്ളിക്ക് എതിർക്കണം എന്ന് എനിക്കതാണ്. സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സൊരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരാൾ ഒരു ന്യായമായ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിജോ ആ സമയത്ത് ക്വാളിറ്റി കീപ്പ് ചെയ്തു. സിജോ ചോദിച്ചു, സംസാരിച്ചു, ജാസ്മിനെതിരെ സംസാരിച്ചു. മറ്റേ ഗബ്രിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്, ലൈക്ക് ഗബ്രിയുടെ അല്ല, ഗബ്രി പോയി കഴിഞ്ഞാൽ കിട്ടിയെന്നോ അങ്ങനെ എന്തോ ഒരു സംതിങ്. അത് സിജോ ആണോ ചോദിച്ചെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ ഒരു സാധനം ടോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു സംതിങ്. പക്ഷെ എനിക്ക് അതിൽ സിജോനോട് ഒരു എതിരഭിപ്രായമുണ്ട്. സിജോൻ്റെ ഗെയിം മോശമായി, അല്ലെങ്കിൽ സിജോൻ്റെ ഭാഗത്ത് ന്യായമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ സിജോൻ്റെ ആ ഒരു രീതിയിലുള്ള സ്റ്റാൻഡിനോട്, ജാസ്മിനോട് എതിരെ വർത്താനം പറഞ്ഞ ആ ഒരു രീതിയോട് എനിക്കൊരു എതിർപ്പുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഗബ്രി പോയൊരു കണ്ടസ്റ്റൻ്റാണ്. അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഗെയിം കളിക്കുക എന്നുള്ളതാണ് നൈസായിട്ടുള്ളൊരു രീതി. എൻ്റെ പെർസ്പെക്റ്റീവിൽ കേട്ടോ. അതിനർത്ഥം സിജോൻ്റെ പെർസ്പെക്റ്റീവിൽ ശരിയായിരിക്കാം, അത് ഞാൻ 100% സപ്പോർട്ട് ചെയ്യണം. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഗബ്രി പോയൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ഇപ്പം അതിൻ്റെ അകത്തുള്ളൊരു കണ്ടസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഗബ്രിയുടെ പേര് പിന്നെയും അതിൻ്റെ അകത്ത് സിജോ എന്നല്ല ആരാണെന്നുണ്ടെങ്കിലും എടുത്തിട്ടിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, അല്ലെങ്കിൽ ജാസ്മിൻ്റെ എതിരെ ഒരു വെപ്പണായിട്ട് ഗബ്രീനെ ഉപയോഗിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പ് ആക്ച്വലി ഉണ്ട്. അതേപോലെ ഈ ജാസ്മിൻ്റെ ഹൈജീൻ എന്ന് പറയുന്നൊരു സംഭവം, ഈ കിച്ചൺ ടീമിൽ ജാസ്മിൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നണം അല്ലേ? സിജോ തന്നെയല്ലേ ആക്ച്വലി ജാസ്മിനെ കിച്ചൺ ടീമിലേക്ക് ഇട്ട്. ഹൈജീൻ്റെ വിഷയം ജാസ്മിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക. ജാസ്മിൻ കിച്ചൺ ടീമിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക്, സോറി. ഇഫ് ജാസ്മിൻ കിച്ചൺ ടീമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഹൈജീൻ്റെ കാര്യത്തിൽ ജാസ്മിൻ മോശമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട് മോശമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ മോശമാണെന്ന് സിജോന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിജോ അങ്ങനെ കിച്ചൺ ടീമിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു ജാസ്മിനെ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗബ്രിയുടെ കേസ് ഗബ്രി ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ചിന്തിക്കും, ജാസ്മിനെതിരെ ആൾക്കാർക്ക് വർത്തമാനം പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ വായടപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗബ്രിയുടെ പേര് കൊണ്ടുവന്നിടേണ്ട അവസ്ഥയാണല്ലോ. ഗബ്രിയുടെ പേര് എടുത്തിടണം, ഹൈജീൻ്റെ കാര്യം എടുത്തിടണം. അപ്പോൾ ഈ ഗബ്രിയുടെ കാര്യവും ഹൈജീൻ്റെ കാര്യവും അല്ലാതെ അതിൻ്റെ അകത്തുള്ള അഭിഷേകിനടക്കം അതും പറഞ്ഞുകൊണ്ട് ജാസ്മിനെതിരെ സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനും വേറെ കണ്ടൻ്റൊന്നും ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എനിക്ക് അഭിഷേകിനോട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഇടുന്നതിൽ എതിർപ്പുള്ളൂ കേട്ടോ. അത് 2 ദിവസത്തെ മുമ്പത്തെ എപ്പിസോഡിൽ അഭിഷേക് ജാസ്മിൻ്റെ എതിരെ ഉപയോഗിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഗബ്രിയാണ്. സിജോൻ്റെ കേസിൽ എനിക്ക് പ്രത്യേകിച്ച് പരാതി ഒന്നും തോന്നുന്നില്ല. കാരണം സിജോ എന്ന് പറയുന്നത് അവിടെ എല്ലാ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനെതിരെയും ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട്, സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, ന്യായം നോക്കി വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു ചങ്ങാതിയാണ് സിജോ. അതുകൊണ്ട് സിജോൻ്റെ ഭാഗത്ത് എനിക്കൊരു തെറ്റും ഇവിടെ ഞാൻ പറയുന്നില്ല. പക്ഷേ അഭിഷേകിൻ്റെ കേസിൽ അഭിഷേക് അങ്ങനെയല്ല. അഭിഷേക് ഒന്നും കേൾക്കാൻ നിൽക്കാത്തൊരു പ്രശ്നമുണ്ട്. അഭിഷേക് തന്നെയാണ് ശരി, അഭിഷേക് മാത്രമാണ് സത്യം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അതിൻ്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള പരിപാടി എനിക്ക് പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ താല്പര്യമില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, മറ്റേ ഗബ്രി അതിൽ എന്താ പറയുക, മറ്റേ സിജോ പറഞ്ഞതന്നെയല്ല, സിജോ കളിച്ചത് ഗെയിം. പക്ഷെ ഇവിടെ പ്രേക്ഷകരുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഈ ഗബ്രി ഇനി തിരിച്ചു വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ക്വിറ്റ് എന്നൊരു ഡയലോഗ് ശരിയാണ്, ജാസ്മിൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഗബ്രി വന്നില്ലെങ്കിൽ ഈ ആഴ്ച വന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ക്വിറ്റ് ചെയ്യും എന്നുള്ളൊരു സംഭവം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ഇപ്പോൾ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നതിനോട് എനിക്ക് ജാസ്മിനോട് 100% എതിർപ്പുണ്ട്. കാരണം പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ലെന്നോ അറിയാത്ത പോലെയോ നിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അത് ജാസ്മിൻ അവിടെ തുറന്ന് സമ്മതിക്കായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള സംഭവം സമ്മതിക്കായിരുന്നു. അവരറിയാത്ത മട്ടിലാണ് ജാസ്മിൻ ആക്ച്വലി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ പ്രേക്ഷകർ ഓൾറെഡി ജാസ്മിനോടുള്ള ഹെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. ലൈക്ക്
കണ്ട 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 പറഞ്ഞിട്ടില്ല അത്രേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ, ഗബ്രി പോയാൽ വരില്ല, ഞാൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഒരു കാര്യമാണ്, ഇതൊക്കെ ഒരു വലിയ കാരണമാണ്. ഒരാൾക്കെതിരെ ഒരാളോട് ഹേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാരണം കിട്ടിയാലും എന്ത് കാരണം കിട്ടിക്കഴിഞ്ഞാൽ അതും പറഞ്ഞിട്ട് പൊക്കത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അതെന്ത് പരിപാടിയാ? അതിൻ്റെ അകത്ത് ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര ആൾക്കാർ ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര ആൾക്കാർ ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. സിബിൻ എങ്ങനെയാണ്? സിബിൻ അവിടുന്ന് ക്വിറ്റ് ചെയ്യണം, ഞാൻ ഇവിടുന്ന് ചാടിപ്പോവും, എനിക്ക് ട്രോമയാണ്, എൻ്റെ ചെവിക്കകത്ത് ആരോ വന്ന് എന്തൊക്കെയോ പറയുന്നു, എന്താണ് പറയുക, എനിക്ക് പഴയ എൻ്റെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നു, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ ഇപ്പോൾ അവസാനം എന്താണ് വെളിയിൽ വന്നിട്ട് പറയണത്? സിബിൻ എന്താണ് വെളിയിൽ വന്നിട്ട് പറഞ്ഞത്? എനിക്ക് അവിടുന്ന് മാറി നിൽക്കണമെന്ന്, എനിക്ക് അവിടുന്ന് കംപ്ലീറ്റ്ലി ഔട്ടാവണം, ക്വിറ്റാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ എന്നെ അവർ പുറത്താക്കിയതാണെന്നൊക്കെയുള്ള രീതിയിലാണ് സിബിൻ ആക്ച്വലി പറഞ്ഞത്. അപ്പോൾ പക്ഷെ അതിനെ സിബിനെ എല്ലാവരും കൂടിയിട്ട് വാഴ്ത്തിപ്പാടി, എല്ലാവരും കൂടി സിബിനെ തലയെ കയറ്റി വെച്ചു. അയ്യോ സിബിനെ എന്ന് പറഞ്ഞുകൊണ്ട്. നാണുണ്ടറ കണാപ്പന്മാരെ. അപ്പോൾ ഇരട്ടത്താപ്പല്ലേ അത്? അവൻ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ക്വിറ്റ് ചെയ്യണം, എൻ്റെ ചെവിമ്പിൽ ആരോ എന്തൊക്കെയോ കൊണ്ടുവരും, എനിക്ക് പഴയ ട്രോമയൊക്കെ കയറി വരണമെന്ന് പറഞ്ഞത് എന്താ? നിങ്ങളൊക്കെ ചെകിടും കൊണ്ടല്ലേ കേട്ടത്, നിങ്ങളുടെ ഒന്നും കണ്ണും കൊണ്ടല്ലേ കണ്ടത്? എന്നിട്ട് അവൻ ബഹളം വെച്ചിട്ട് അവനെ അവിടെ നിന്ന് ആട്ടി വിട്ടപ്പോൾ അപ്പോൾ ആട്ടി വിട്ടിട്ട് പുറത്ത് വന്നിട്ട് എന്നെ പുറത്താക്കിയതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം അതിൻ്റെ അകത്ത് നിന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചതിനെ എല്ലാവരും കൂടി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം. അയ്യോ സിബിനെ പുറത്താക്കിയതാണേ, കണ്ടോ ബിഗ് ബോസ് എന്തോ മരുന്ന് കൊടുത്ത് പുണ്ണാക്കാക്കി എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഈ പ്രേക്ഷകരോട് ഇത്രയും ദേഷ്യം വരുന്നത്. പുല്ല് ഒരുമാതിരി എന്താണ് പറയുക, ഇയാൾക്ക് ഒരു നിയമം, മറ്റേ ആൾക്ക് മറ്റൊരു നിയമം, അതെന്ത് പരിപാടിയാണ്? സിബിൻ തന്നെ പറഞ്ഞത് സിബിന് പഴയ ട്രോമ വരുന്നു എന്ന് പറഞ്ഞത് സിബിനാണ്. സിബിൻ ആരോ പറയുന്ന പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ സിബിനാണ്. അങ്ങനൊരു ഇഷ്യൂ ഓൾറെഡി സിബിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓൾറെഡി അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളൊരു വ്യക്തിയാണ് സിബിൻ എന്നുണ്ടെങ്കിൽ, സിബിൻ ആ ഷോയിൽ എലിജിബിൾ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഫാക്റ്റ്. അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രേക്ഷകർ മനസ്സിലാക്കാത്തത്? സിബിൻ അവിടെ പോയിട്ട് ജാസ്മിൻ്റെ ഇത്തിരി ഗെയിം കളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സിബിൻ എന്ത് ചെയ്താലും സിബിനെ സപ്പോർട്ട് ചെയ്യണം, തലയിൽ കയറ്റി വെക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? എന്നെ അതിന് കിട്ടില്ല, കാര്യം പറയണ്ടേ. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. ശരി.